അമേരിക്കയിൽ സ്ഥിരതാമസവും ജോലി ചെയ്യാനുള്ള അനുമതിയും നൽകുന്ന ഗ്രീൻ കാർഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് US ഭരണകൂടത്തിന്റെ നിർണായക പ്രഖ്യാപനം. താൽക്കാലിക വിസകളിൽ US-ൽ കഴിയുന്ന ഭൂരിഭാഗം വിദേശ പൗരന്മാരും ഇനിമേൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ രാജ്യം വിട്ട് സ്വന്തം മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് പുതിയ ഉത്തരവ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തിറക്കിയ പുതിയ നയരേഖ പ്രകാരം അമേരിക്കയ്ക്കുള്ളിലിരുന്ന് സ്റ്റാറ്റസ് മാറുന്ന രീതിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വളരെ അപൂർവവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഇനി US-നകത്തു നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കൂ. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താവ് സാക് കെയ്ലർ വ്യക്തമാക്കിയ പ്രകാരം അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകൾ അഥവാ നിയമപരമായ പഴുതുകൾ മുതലെടുക്കുന്നത് കർശനമായി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നയമാറ്റം നടപ്പിലാക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും താൽക്കാലിക ജീവനക്കാരും എല്ലാം ഒരു പ്രത്യേക ആവശ്യത്തിനായി മാത്രം US-ൽ എത്തുന്നവരാണെന്നും ആ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുമെന്നുമാണ് ഭരണകൂടത്തിന്റെ പുതിയ നിലപാട്. ഇതുവരെ നിലവിലിരുന്ന നിയമപ്രകാരം H-1B പോലുള്ള തൊഴിൽ വിസകളിലോ F-1 സ്റ്റുഡന്റ് വിസകളിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസകളിലോ അമേരിക്കയിൽ എത്തിയവർക്ക് അവരുടെ വിസ കാലാവധിക്കുള്ളിൽ US-ൽ തുടർന്നുകൊണ്ട് തന്നെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന ഈ രീതിയിലൂടെ നിരവധി വിദേശികൾക്ക് അമേരിക്ക വിടാതെ തന്നെ സ്ഥിരതാമസത്തിനുള്ള അനുമതി സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ താൽക്കാലിക വിസകളെ ഗ്രീൻ കാർഡിലേക്കുള്ള എളുപ്പവഴിയായോ ആദ്യപടിയായോ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശത്തോടെ പുതിയ പരിഷ്കാരം വന്നപ്പോൾ ഈ വലിയ ആനുകൂല്യമാണ് ഭൂരിഭാഗം പേർക്കും നഷ്ടമാകുന്നത്. പുതിയ ഉത്തരവനുസരിച്ച് വളരെ അപൂർവവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ ഒഴികെ താൽക്കാലിക വിസകളിൽ US-ൽ കഴിയുന്ന ഭൂരിഭാഗം വിദേശ പൗരന്മാരും ഇനിമേൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ രാജ്യം വിട്ട് സ്വന്തം മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അവിടെയുള്ള US എംബസികളോ കോൺസുലേറ്റുകളോ വഴി മാത്രം പൂർത്തിയാക്കുന്ന കോൺസുലർ പ്രോസസ്സിംഗ് രീതിയിലൂടെ മാത്രമേ ഇനിമേൽ ഗ്രീൻ കാർഡ് നടപടികളുമായി മുന്നോട്ട് പോകാൻ അപേക്ഷകർക്ക് നിയമപരമായ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. അനധികൃത കുടിയേറ്റം ശക്തമായി തടയുന്നതിനും വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് നിയമവിരുദ്ധമായി തുടരുന്നവരെ നിയന്ത്രിക്കുന്നതിനുമുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം നടപ്പിലാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ US-നുള്ളിലിരുന്ന് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന പലരുടെയും അപേക്ഷകൾ നിരസിക്കപ്പെട്ടാലും അവർ പിന്നീട് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് രാജ്യം വിടാതെ അവിടെ തന്നെ തുടരുന്ന പ്രവണത വ്യാപകമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം അപേക്ഷകർ സ്വന്തം രാജ്യത്ത് നിന്ന് മാത്രം അപേക്ഷിക്കണം എന്ന് വരുന്നതോടെ ഇത്തരം നിയമവിരുദ്ധ താമസത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇതിനു പുറമെ ഇമിഗ്രേഷൻ പ്രക്രിയയിലെ വിഭവങ്ങളുടെ പുനഃക്രമീകരണവും ഈ പരിഷ്കാരത്തിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഗ്രീൻ കാർഡ് നടപടികൾക്കായുള്ള കോൺസുലർ പ്രോസസ്സിംഗ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വിദേശ കോൺസുലേറ്റുകളിലേക്ക് പൂർണ്ണമായി മാറുന്നതോടെ US-നകത്തുള്ള USCIS ഓഫീസുകളിലെ അമിതമായ ജോലിഭാരം ഗണ്യമായി കുറയും. ഇത് US-നുള്ളിലെ പൗരത്വ അപേക്ഷകൾ, മനുഷ്യക്കടത്തിന് ഇരയായവർക്കുള്ള പ്രത്യേക വിസകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൂടുതൽ വേഗത്തിൽ തീർപ്പാക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ പുതിയ പരിഷ്കാരം അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 വിഭാഗങ്ങളെയാണ് ഈ നയമാറ്റം കഠിനമായി ബാധിക്കുന്നത്. ഒന്നാമതായി US-ലെ പഠനത്തിന് ശേഷം അവിടെ തന്നെ ജോലി കണ്ടെത്തുകയും പിന്നീട് ഗ്രീൻ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന F-1 വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇനി തങ്ങളുടെ പഠന കാലയളവിന് ശേഷം നിർബന്ധമായും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നേക്കാം. രണ്ടാമതായി വിവിധ താൽക്കാലിക തൊഴിൽ വിസകളിൽ US-ൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് കമ്പനികൾ ഗ്രീൻ കാർഡ് സ്പോൺസർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഗ്രീൻ കാർഡ് ഇന്റർവ്യൂവിനും മറ്റ് അനുബന്ധ നടപടികൾക്കുമായി സ്വന്തം നാട്ടിലെ കോൺസുലേറ്റുകളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരും. മൂന്നാമതായി US പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികളായ പങ്കാളികൾക്ക് പോലും രാജ്യത്തിനകത്ത് നിന്നുള്ള ഇൻ കൺട്രി അഡ്ജസ്റ്റ്മെന്റ് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ശക്തമായ അസാധാരണ സാഹചര്യങ്ങൾ തെളിയിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ലാത്തപക്ഷം അവരും വിദേശത്തെ കോൺസുലേറ്റുകൾ വഴി മാത്രമേ അപേക്ഷിക്കാൻ യോഗ്യരാകൂ. ഇത് പല പ്രവാസി കുടുംബങ്ങളെയും ദീർഘകാലം പരസ്പരം അകന്നു കഴിയേണ്ട ദയനീയ അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകളും കുടിയേറ്റ വിദഗ്ധരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം US-ലെ ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഭൂരിഭാഗവും ആശ്രയിക്കുന്ന H-1B L-1 വിസക്കാർക്ക് പുതിയ ഉത്തരവിൽ നേരിയ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഈ വിസകൾ ഡ്യുവൽ ഇന്റന്റ് അഥവാ താൽക്കാലികമായി ജോലി ചെയ്യാനും ഒപ്പം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനും നിയമപരമായ അനുമതിയുള്ളവയാണ്. USCIS വക്താവ് നൽകിയ വിശദീകരണം അനുസരിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന മികച്ച വൈദഗ്ധ്യമുള്ള ഇത്തരം പ്രൊഫഷണലുകൾക്ക് നിലവിലെ പാതയിൽ തുടരാൻ സാധിച്ചേക്കും. എങ്കിലും ഓരോ അപേക്ഷയും വ്യക്തിഗതമായി പരിശോധിച്ച് മാത്രമായിരിക്കും ഓഫീസർമാർ അന്തിമ തീരുമാനമെടുക്കുക.
അമേരിക്കൻ ഭരണകൂടത്തിന്റെ പെട്ടെന്നുണ്ടായ ഈ പ്രഖ്യാപനം യുഎസിലെ പ്രവാസി സമൂഹത്തിലും ഇമിഗ്രേഷൻ അഭിഭാഷകർക്കിടയിലും വലിയ ആശയക്കുഴപ്പത്തിനും ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. നിലവിൽ തന്നെ പല വിദേശ രാജ്യങ്ങളിലെയും യു എസ് കോൺസുലേറ്റുകളിൽ വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്നതിനായി അപേക്ഷകൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. പുതിയ നിയമം കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ കാത്തിരിപ്പ് കാലാവധി വർഷങ്ങളായി നീളാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വർഷങ്ങളായി യു എസ് കോൺഗ്രസ് പാസാക്കിയ നിയമങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമായാണ് ഭരണകൂടം ഇപ്പോൾ ഇത്തരമൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട്. ഒരു നയരേഖയിലൂടെ മാത്രം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകളെ അട്ടിമറിക്കാൻ സാധിക്കില്ലെന്നും ഇതിനെതിരെ ഉടൻ തന്നെ യു എസ് കോടതികളിൽ ശക്തമായ നിയമ പോരാട്ടങ്ങൾ ആരംഭിക്കുമെന്നും ഇമിഗ്രേഷൻ അറ്റോർണിമാർ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം നിലവിൽ അപേക്ഷ സമർപ്പിച്ച് പ്രോസസ്സിംഗിൽ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് ഗ്രീൻ കാർഡ് അപേക്ഷകളെ ഈ പുതിയ പരിഷ്കാരം എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ USCIS ഇതുവരെ പൂർണ്ണമായ വ്യക്തത വരുത്തിയിട്ടില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കായി ഏറെ ഉത്കണ്ഠയോടെയാണ് പ്രവാസി സമൂഹം കാത്തിരിക്കുന്നത്.